ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളാണ്. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണ്. തലേദിവസം വന്നു. ഇവിടെയാണ് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ എല്ലാം തയ്യാറാക്കാനുള്ള ജോലി തിരക്കിലാണ്. പിള്ളേർ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളിലൊക്കെ നിങ്ങളിലേക്കും കൂടെ പങ്കുവെക്കുവാണ്. ചേട്ടൻ്റെ വീടിൻ്റെ അകമൊക്കെയാണ്. ചാച്ചൻ്റെ ഫോട്ടോ. ഇപ്പം ചോറില്ലേ, ചോറേ Come to Dubai. അമ്മച്ചിയുടെ കുറയ്ക്കണം. ഗായ്സ്, ദേ കപ്പപ്പുഴുക്ക് ഇന്നത്തെ സ്പെഷ്യലാണ്. കപ്പപ്പുഴുക്ക് പോയിറങ്ങി. അത് പറയൊന്നും വേണ്ട. ബീഫ്, ചിക്കൻ. അമ്മ ഇവിടെ പിള്ളേർക്ക് ചിക്കൻ വറുക്കാൻ തുടങ്ങുവാണ്. അവളുമാർക്ക് കറിയെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം വറുത്തതാണ്. അപ്പോൾ അമ്മ ചിക്കൻ പിള്ളേർക്ക് വേണ്ടി വറുക്കുവാണ് അവിടെ. അതും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമാവും. മിന്നുവാണ് ക്യാമറാമാൻ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ്. ഒപ്പിയും വെച്ചിട്ടാണ് കഴിക്കുന്നത്. നിങ്ങളെ പേടിച്ചിട്ട് വെച്ചേക്ക്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചേട്ടായി കഴിക്കുന്നില്ല. ചേട്ടായിയുടെ കൂട്ടുകാർ 2-3 പേര് വരുന്നുണ്ട്. അപ്പം അവരും കൂടെ വന്നിട്ടേ ചേട്ടായി കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും അനിയത്തിയും പിള്ളേരും അനിയനും ഒക്കെ കഴിക്കുവാണ്. കപ്പയ്ക്ക് ഇച്ചിരി കയ്പുണ്ടായിരുന്നു. ആ കഥ പറയുമായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഈസ്റ്ററിനെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതെ ഞാൻ കിടന്നാടുന്ന് എടുക്ക്. ഞാലേ ഭാര്യമ്മ അലക്കല്ലേ കയറിയിരിക്കുന്നത്. ഭാര്യമ്മയ്ക്ക് എവിടെ ഉണ്ടൊരു കല്ല്. ഭാര്യമ്മ മേളിലിരിക്കും, അമ്മ താഴെ നിന്ന് ഫോൺ ചെയ്യും. അപ്പാനെന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചാച്ചൻ്റെ അനിയൻ്റെ വീടിൻ്റെ അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഊഞ്ഞാലിലാടാനും അവരെ കാണാനുമായിട്ട് കയറി പോയി. അവരുടെ വിശേഷമൊക്കെ പറഞ്ഞ് ഊഞ്ഞാലിലൊക്കെ ആടി തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ഞാനും അമ്മയും ചേട്ടായി ഒക്കെ കൂടി ഒരു പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പിലാണ്. പിള്ളേർ വീഡിയോ പിടിക്കുകയാണ്. അപ്പം അമ്മയും കണ്ണനും ചേട്ടായിയും പാട്ട് പാടുന്നതാണ് നന്നായിട്ട്. പിന്നെ ഞാനും അനിയത്തിയും ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഇരിക്കുവാണ്. അങ്ങനെ അവർ പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞ് പാട്ട് കണ്ടുപിടിക്കുന്ന ഭാഗമാണ്. അനിയൻ മൊബൈലിനകത്ത് പാട്ട് തപ്പിക്കൊണ്ടിരിക്കുവാണ്. പിന്നൊരു പാട്ട് പാടിയിട്ടേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ചെറിയ തോതിൽ. വേറെയും ഇഷ്ടംപോലെ പാട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പതുക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അമ്മയും ചേട്ടായിയും കണ്ണനും നന്നായിട്ട് പാടുന്നതാണ്. നേരത്തെ ചെറുപ്പത്തിലൊക്കെ അവർ നന്നായിട്ട് പാട്ട് പാടുന്നതായിരുന്നു. അപ്പം ഞാനും സരിതയും ചുമ്മാ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവർ പാടി, ഞങ്ങളും കൂടെ പാടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.